ഇന്ത്യൻ റെയിൽവേയുടെ കീഴിൽ പരീക്ഷയില്ലാതെ, ഫിസിക്കൽ ഇല്ലാതെ ഏകദേശം 3000-ൽ കൂടുതൽ ഒഴിവുകളുമായിട്ട് പുതിയൊരു വിജ്ഞാപനം വന്നിട്ടുണ്ട്. അപ്രന്റീസ് തസ്തികയിലേക്കുള്ള വിജ്ഞാപനമാണ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. യോഗ്യതയുള്ള വനിതകൾക്കും പുരുഷന്മാർക്കും ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാം. വീഡിയോ കണ്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അപേക്ഷിക്കേണ്ട ലിങ്കും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും താഴെ ലഭിക്കും. ആദ്യം നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ കീഴിൽ ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് റെയിൽവേ റിക്രൂട്ട്മെന്റ് സെൽ നോർത്ത് റെയിൽവേയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക, സ്ഥിര നിയമനമല്ല, അപ്രന്റീസ്ഷിപ്പ് തസ്തികയിലേക്കാണ് പുതിയ വിജ്ഞാപനം ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത്. വനിതകൾക്കും പുരുഷന്മാർക്കും അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് 11/12/2023 മുതലാണ്. ഏകദേശം 11/1/2024 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഇതിന് എക്സാമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിന് നിങ്ങൾക്ക് വരുന്നത് ഒരു മെറിറ്റ് ലിസ്റ്റ് ഉണ്ട്. അതായത് നിങ്ങളുടെ 10ാം ക്ലാസ്സിന്റെ മാർക്ക് അടിസ്ഥാനത്തിൽ ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് അതിൽ വരുന്നവരെ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം 12/2/2024 ഇതിന്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ വരുമെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ അതുപോലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ക്വാളിഫിക്കേഷൻ പറയുന്നത് 10ാം ക്ലാസ് മതി. 50% മാർക്കോട് കൂടി 10ാം ക്ലാസ്സും അതുപോലെ തന്നെ ഇതിൽ കുറച്ച് ട്രേഡുകൾ പറയുന്നുണ്ട്. അതിൽ ITI സർട്ടിഫിക്കറ്റും ഉള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം 10ാം ക്ലാസ്സും അതുപോലെ തന്നെ ITI സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ളവർക്കാണ് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. പ്രായപരിധി 15 വയസ്സ് മുതലാണ്. മിനിമം 15 വയസ്സ് മുതൽ 24 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. SC/ST വിഭാഗത്തിന് 5 വർഷത്തെയും OBC വിഭാഗത്തിന് 3 വർഷത്തെയും പ്രായത്തിൽ ഇളവും കാര്യങ്ങളൊക്കെ നൽകപ്പെടുന്നുണ്ട്. 100 രൂപ അപേക്ഷാ ഫീസ് ഉണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അത് പ്രത്യേകം ഓർത്തിരിക്കുക. സ്ഥിര നിയമനമല്ല എന്നുള്ള കാര്യവും ഓർക്കുക. അപ്രന്റീസ്ഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരു 1 ഇയറിലേക്കുള്ള ട്രെയിനിങ്ങിനായിരിക്കും നിങ്ങളെ ക്ഷണിക്കുന്നത്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ തരും. പിന്നീട് അവിടുന്ന് നിങ്ങൾ അതായത് അവിടുന്ന് ഇറങ്ങേണ്ടതായിട്ട് വരും. ആ ഒരു സർവീസ്, അതായത് അത് കഴിഞ്ഞ് നിങ്ങൾ പുറത്തിറങ്ങണം. പിന്നീട് ആ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ച് നിങ്ങൾക്ക് മറ്റ് ഫീൽഡിലേക്കെല്ലാം ട്രൈ ചെയ്യാം. അപ്പോൾ ഇതിന് വനിതകൾക്ക്, SC/ST ഉദ്യോഗാർത്ഥികൾക്ക് ഇവർക്കൊന്നും ഫീസ് ഇല്ല. ബാക്കിയുള്ള ജനറൽ OBC വിഭാഗത്തിലൊക്കെ പെടുന്ന പുരുഷന്മാർക്കാണ് ഇവിടെ 100 രൂപ അപേക്ഷാ ഫീസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് അറിയേണ്ടത് ഇതിന്റെ ട്രേഡ് ആണ്. സെലക്ഷൻ മെത്തേഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെലക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് 10ാം ക്ലാസ്സിന്റെ മാർക്ക് അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ. 10ന്റെയും ITIന്റെയൊക്കെ മാർക്ക് അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ. പരീക്ഷയോ ഫിസിക്കലോ മറ്റൊരു കാര്യങ്ങളും ഇല്ല. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ട്രേഡ്, അതായത് ഡിവിഷൻ യൂണിറ്റ് വൈസിലാണ് ട്രേഡ് വന്നിട്ടുള്ളത്. ആദ്യം തന്നെ LKO ഡിവിഷനിലേക്ക് മെക്കാനിക്കൽ, ഡീസൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രീഷ്യൻ വന്നിട്ടുണ്ട്, ഫിറ്റർ വന്നിട്ടുണ്ട്, അതുപോലെ കാർപ്പൻറ്റർ വന്നിട്ടുണ്ട്. അങ്ങനെ വേക്കൻസികൾ ടോട്ടലായിട്ട് റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ആകെ മൊത്തം 3000-ൽ കൂടുതൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ട്രേഡുകൾ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത ശേഷം 11ാമത്തെ പേജ് മുതൽ നിങ്ങൾക്ക് ഈ ട്രേഡുകൾ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ വളരെ സ്ലോ ആയിട്ടാണ് ഇവിടെ സ്ക്രോൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കാം, ഒരുപാട് വന്നിട്ടുണ്ട്. അതായത് മെഷീനിസ്റ്റ്, ടർണർ, പെയിൻറ്റർ ജനറൽ, അതുപോലെ തന്നെ റിഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്, അതുപോലെ തന്നെ വയർമാൻ വന്നിട്ടുണ്ട്, ഇലക്ട്രീഷ്യൻ വന്നിട്ടുണ്ട്, പെയിൻറ്റർ ജനറൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഒട്ടുമിക്ക എല്ലാ ട്രേഡുകളും തന്നെ വിവിധ ഡിവിഷനിലും യൂണിറ്റുകളിലും ആയിട്ട് ഇവിടെ വന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. COPA കോപ്പ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിറ്റർ, പെയിൻറ്റർ ജനറൽ, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. നിങ്ങൾക്കുള്ള ITI സർട്ടിഫിക്കറ്റ് ഉണ്ടാകാനുള്ള സാധ്യത എന്തായാലും കൂടുതലാണ്. ജസ്റ്റ് ഒന്ന് നോക്കുക. ഒരുപാടധികം ട്രേഡുകൾ ഇവിടെ പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഏകദേശം 3000-ൽ കൂടുതലാണ് ഒഴിവുകൾ ടോട്ടലായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് നോക്കി അപേക്ഷ സമർപ്പിക്കാം. അപ്രന്റീസ് ആണെന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരുന്നേക്കുക.